പുണ്യപരിപാവനമായിട്ട് കൊണ്ടു നടക്കുന്ന ഇടുക്കി കാന്തല്ലൂരുള്ള ആ ആശ്രമത്തിലേക്ക് എന്നെ തള്ളിവിട്ട് എന്നെ കൊണ്ട് അവിടെ വേണ്ടായതിനെല്ലാം ചെയ്യിച്ചതാരാണ്? ഇപ്പോഴും ആ പാവം സ്വാമി നെഞ്ചുരുകി കണ്ണിലെ തീ കനലുമായിട്ട് നടക്കുകയാണ് ഞാൻ ചെയ്ത തെമ്മാടിത്തരം ഓർത്ത്. നമസ്കാരം. ചില വിധികളിലൂടെ ചിലർ കടന്നു കയറാൻ ശ്രമിക്കും, പക്ഷേ വിധികൾ അവരെ നിലത്ത് വീഴ്ത്തും. വിധികളെല്ലാം തന്നെ കർമ്മങ്ങൾക്കനുസൃതമായിട്ടുള്ളതാണ്. സത്കർമ്മങ്ങൾ ചെയ്താൽ എത്ര വിധിയുണ്ടെങ്കിലും വിധി തന്നെ നമ്മുടെ മറുപുറം കിടത്തും. ഇനി വിധിയില്ലാത്ത കാര്യങ്ങളിൽ സത്കർമ്മങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ദുഷ്കർമ്മങ്ങൾ ചെയ്താൽ വിധി തന്നെ വീഴ്ത്തും. അതിൽ നിന്ന് മനുഷ്യനും കാലനും പോലും രക്ഷപ്പെടാൻ കഴിയില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കർമ്മ ന്യൂസിൻ്റെ MD-യുടെ പതനം. ഇത് ചെയ്യാനുള്ളതിൻ്റെ ഒരു കാരണം, കർമ്മ ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ദുഷ്കരമായ ഒരവസ്ഥയിലൂടെ കടന്നുപോയിട്ടുള്ള ഒരാളാണ് ഞാൻ. പരിപാവനമായ എൻ്റെ കാന്തല്ലൂർ ആശ്രമത്തിൽ കർമ്മ ന്യൂസിലെ ചിലർ കടന്നു കയറി വളരെ അപകീർത്തികരമായ കാര്യങ്ങൾ പറഞ്ഞ് എൻ്റെ പ്രത്യങ്കര ദേവിയുടെ 11 അടി പൊക്കമുള്ള വിഗ്രഹത്തെ ആക്ഷേപിച്ചും ഇത് സ്ത്രീയാണോ പുരുഷനാണോ എന്ന് പറഞ്ഞ് അപകീർത്തിപ്പെടുത്തിയും എൻ്റെ വാർത്താളി ക്ഷേത്രത്തിൻ്റെ മുമ്പിലിരുന്ന് അനാവശ്യങ്ങൾ പറയുകയും എൻ്റെ നാഗങ്ങൾക്ക് പുറത്ത് മിച്ചർ വാരിയിട്ട് മദ്യക്കുപ്പി പൊട്ടിക്കുകയും എൻ്റെ സമാധി ഗുഹയിലെ എൻ്റെ ഇരിപ്പിടം വലിച്ചെറിയുകയും ചെയ്ത ഒരു സംഭവമുണ്ടായി. കർമ്മ ന്യൂസിൻ്റെ മേൽവിലാസത്തിലാണ് ആ എപ്പിസോഡുകൾ 10-11 എപ്പിസോഡുകൾ അവരുടെ ആ മീഡിയയിലൂടെ പുറത്തു വന്നത്. എനിക്ക് നിയമപരമായി അതിനെ നേരിടാനേ കഴിയുമായിരുന്നുള്ളൂ. യാതൊരു സംഭവങ്ങളും യാതൊരു സത്യങ്ങളുമില്ലാത്ത അത്തരം വാർത്തകൾ പ്രചരിപ്പിച്ചപ്പോൾ എനിക്കേറ്റ മാനസികമായ ഒരു ആഘാതമുണ്ട്. അതിൻ്റെ സത്യം ലോകത്തോട് പറയാൻ ഞാൻ നിയമത്തിൻ്റെ മുമ്പിൽ അഭയം തേടി. അതിൻ്റെ ഏറ്റവും വലിയ തെളിവുകളാണ്, ഇല്ലെങ്കിൽ അതിലെ സത്യമാണ് ഇന്നലെ കർമ്മ ന്യൂസിൻ്റെ MD വിൻസ് മാത്യു തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വന്നിറങ്ങിയപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടത്. അതെൻ്റെ കേസുമായിട്ട് ഉള്ളതല്ല. അതിനു മുമ്പുള്ള ഇതുപോലുള്ള സത്യമില്ലാത്ത വാർത്തകൾ പ്രചരിപ്പിച്ചത് മൂലം അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നൊരു യാതനയാണ്. എൻ്റെ കേസ് തിരുവനന്തപുരം കോടതിയിൽ, ജില്ലാ കോടതിയിൽ നിലനിൽക്കുന്നുണ്ട്. 10 പ്രതികളുണ്ട്. ആ 10 പ്രതികളിൽ ഒരാൾ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. പലരും ഇത് കൈപ്പറ്റിയിട്ടില്ല. അതിലെ 3-ാം പ്രതിയായ കർമ്മ ന്യൂസിൻ്റെ ജേർണലിസ്റ്റായി എൻ്റെ ആശ്രമത്തിൽ കടന്നു കയറി അപകീർത്തിപരമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തിയ, യാതൊരു സത്യസന്ധമില്ലാത്ത വാർത്തകൾ നടത്തിയ ഈശ്വരൻ പോറ്റി എന്ന് പറയുന്ന സുഹൃത്തിന് ദേവികുളത്ത് തന്നെ വാറണ്ടായി കിടക്കുകയാണ്. ഒരാശ്രമത്തിലേക്ക് അതിക്രമിച്ച് കയറി ചെയ്ത വാർത്തകൾ, പിന്നെ അദ്ദേഹത്തിന് തന്നെ ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലായിട്ട് അദ്ദേഹം അതിൽ പശ്ചാത്തപിച്ച് അദ്ദേഹത്തെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചതാണെന്ന് പറയുന്ന ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ കണ്ടിട്ട് ഞാനിതിലേക്ക് തിരിച്ചു വരാം. ഞാൻ ഒരുപാട് ആരാധിച്ചിരുന്ന, വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യനാവാൻ പോലും ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. ശ്രീ കാന്തല്ലൂർ സ്വാമി. എനിക്കറിയില്ലായിരുന്നു ഈ കാന്തല്ലൂർ സ്വാമി ആരാണ്. എനിക്ക് സുനിലേട്ടനെ അറിയാം, സുനിൽ പരമേശ്വരനെ എനിക്കറിയാം. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വരെ പോയിട്ടുണ്ട്. ഇപ്പോഴൊന്നുമല്ല, കൊച്ചിലെ 10, 20, 25, 30 വർഷം മുമ്പ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. ഇതേ സുനിൽ പരമേശ്വരനാണ് കാന്തല്ലൂർ സ്വാമി എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും താങ്കളുടെ ചതിയിൽ ഞാൻ വീഴില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആശ്രമം, അദ്ദേഹം പുണ്യപരിപാവനമായിട്ട് കൊണ്ടു നടക്കുന്ന ഇടുക്കി കാന്തല്ലൂരുള്ള ആ ആശ്രമത്തിലേക്ക് എന്നെ തള്ളിവിട്ട് എന്നെ കൊണ്ട് അവിടെ വേണ്ടായതിനെല്ലാം ചെയ്യിച്ചതാരാണ്? അതിന് കേസില്ലേ ഇപ്പോൾ? ആ കേസ് എവിടെ? അതിൽ കേസ് കിടക്കുകയാണ് ഇപ്പോഴും ആ പാവം സ്വാമി നെഞ്ചുരുകി കണ്ണിലെ തീ കനലുമായിട്ട് നടക്കുകയാണ് ഞാൻ ചെയ്ത തെമ്മാടിത്തരം ഓർത്ത്. അതും താങ്കളാണ് കാരണക്കാരൻ. അതുപോലെ എത്ര കേസുകൾ, മണപ്പുറം ഫിനാൻസ്, ശാന്തിഗിരി ആശ്രമം, ശിവഗിരി മഠം. ഇതാണ് ഈശ്വരൻ പോറ്റി. അദ്ദേഹം 3-ാം പ്രതിയാണ്. 1-ാം പ്രതിയും 2-ാം പ്രതിയും കർമ്മ ന്യൂസും അതിലെ വിൻസ് മാത്യുവുമാണ്.
ബാക്കി പ്രതികളെല്ലാം ഉണ്ട്. വാർത്തകൾ വായിച്ചവരും അതിലെ സത്യാവസ്ഥ തിരിച്ചറിയാതെ എന്തും വിളിച്ചു പറഞ്ഞവരും. ഞാൻ വെറും ഒരു ആത്മീയമായി യാത്ര ചെയ്യുന്ന ഒരാൾ മാത്രമല്ല. മലയാള മാന്ത്രിക നോവൽ സാഹിത്യത്തിൽ 45ഓളം പുസ്തകങ്ങൾ എഴുതി, അനന്തഭദ്രം പോലുള്ള സിനിമകൾ ചെയ്തു, വളരെ സത്യസന്ധമായി ജീവിക്കുന്ന ഒരാളാണ്. ഇവർക്കറിയാത്ത ചില ഒരുപാട് കാര്യങ്ങൾ അവർ അതിനകത്ത് സംസാരിച്ചു. സ്വയം പ്രഖ്യാപിത സ്വാമിയാണെന്ന് പറയും, ഒരു ഹിന്ദു സംഘടനകളുമായിട്ടും ബന്ധമില്ലാത്ത എന്ന് പറയുക, കൊലപാതകങ്ങൾ ചെയ്ത ആളെന്ന് പറയുക, സ്ത്രീബന്ധങ്ങളെക്കുറിച്ച് പറയുക, അപകീർത്തിപ്പെടുത്തുന്ന യാതൊരു സത്യസന്ധതയുമില്ലാത്ത ഒരാളെ വ്യക്തിപരമായി അധിക്ഷേപിക്കാവുന്ന തരത്തിൽ എന്തും പറയാം. അതാണ് യൂട്യൂബിൻ്റെ അവസ്ഥ. ഒരാളെക്കുറിച്ച് എന്തും പറയാൻ ധൈര്യമുണ്ടെങ്കിലും, ജയിലിൽ കിടക്കാനുള്ള ധൈര്യമുണ്ടെങ്കിലും, ഒരാളെ മോശപ്പെടുത്താൻ ഒരു സെൻസറിങ്ങും ഇല്ലാത്തത് കൊണ്ട് തന്നെ ദൈവത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കാനേ പറ്റൂ ഇത്തരം ആൾക്കാരെക്കുറിച്ച്. അങ്ങനെ എൻ്റെ പ്രാർത്ഥനയുടെ ഫലമാണ് ഈ ദുഷ്കർമ്മങ്ങൾ ചെയ്ത. ഇത്രയും കാലം ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ഇത്രയും വിശദമായി സംസാരിച്ചിട്ടില്ല. എൻ്റെ കേസൊന്നും വന്നിട്ടില്ല. കോടതിയിൽ നിന്ന് അദ്ദേഹം ജാമ്യം എടുത്തേ പറ്റൂ. ക്രിമിനൽ കേസാണ്. ഓസ്ട്രേലിയയിൽ നിന്നുകൊണ്ട് ഒരു പൗരൻ ഇവിടെ ഇന്ത്യയിലെ കേരളത്തിലെ ഉള്ള ആൾക്കാരെ വ്യക്തിപരമായി തേജോവധം ചെയ്ത് പണമുണ്ടാക്കുകയാണെന്ന് ഞാൻ പറഞ്ഞില്ല. കാരണം എൻ്റെ അടുത്ത് അദ്ദേഹം പണമൊന്നും ആവശ്യപ്പെട്ടില്ല. ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്? ഒരാൾ കാണുമല്ലോ ഇതിൻ്റെ പുറകിൽ. അല്ലാതെ കർമാന്യൂസിന് എന്നോട് വ്യക്തിപരമായി വൈരാഗ്യമൊന്നുമില്ല. ഞാൻ അദ്ദേഹത്തിനോടൊന്നും ചെയ്തിട്ടില്ല. അവിടെ കർമാന്യൂസ് കയറിയ ആ സ്ഥലം കാന്തല്ലൂരിലെ ജനങ്ങൾ ഒരാളെന്ന് പറഞ്ഞാൽ എന്നോടൊപ്പം നിന്ന് ഭക്ഷണം കഴിച്ച് എൻ്റെ കൂടൊപ്പം കിടന്നുറങ്ങിയ ചിലരെ വിലയ്ക്ക് വാങ്ങിക്കൊണ്ട് അവർക്ക് ധനം കൊടുത്തിട്ടാണ് ഇതെല്ലാം ചെയ്തേക്കുന്നത്. ഇതൊക്കെ ഞാൻ പിന്നീട് അറിയുന്നതാണ്. കാന്തല്ലൂരിലെ ഒരു പാർട്ടിയും, CPM ആണെങ്കിലും അവിടുത്തെ തലവന്മാരാണെങ്കിലും അവിടുത്തെ കോൺഗ്രസ്സുകാരാണെങ്കിലും അവിടുത്തെ BJPക്കാരാണെങ്കിലും നാട്ടുകാരാണെങ്കിലും ഈ വാർത്ത കണ്ട് നടുങ്ങിയിട്ടേ ഉള്ളൂ. ഞാൻ സ്ഥലം തട്ടിയെടുത്തു, ഞാൻ വണ്ടി തട്ടിയെടുത്തു. ഇതൊക്കെ എവിടെ നിന്നാണ് ഈ വാർത്തകൾ ഇവർക്ക് സൃഷ്ടിച്ചെടുക്കാൻ കഴിഞ്ഞത് എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ അത്ഭുതമാണ്. നിങ്ങളത് കേട്ടില്ലേ? അദ്ദേഹമാണ് ആശ്രമത്തിൽ കയറി, ഈശ്വരൻ പോറ്റിയാണ് ആശ്രമത്തിൽ കയറി ഇതെല്ലാം പറഞ്ഞത്. അദ്ദേഹമാണ് പറയുന്നത്. ചെയ്യിപ്പിച്ചില്ലേ? ആര് ചെയ്യിപ്പിച്ചു? എന്തു മാനസികമായ ആഘാതമാണ്, മാനസികമായ ഒരു ദുഃഖമാണ് നമുക്കുണ്ടായിരിക്കുന്നത്. യൂട്യൂബ് ചാനലുകൾ വാർത്തകൾ സൃഷ്ടിക്കുമ്പോൾ ആ വാർത്തയിലെ സത്യസന്ധത വളരെ പ്രധാനമാണെന്ന് ഓർക്കണം. ഇപ്പോൾ ഇദ്ദേഹം ഇതെല്ലാം അനുഭവിച്ചേ പറ്റൂ. നമ്മളെക്കുറിച്ചൊരു വാർത്ത, നമ്മളൊന്നുമല്ല, ഇവിടുത്തെ സത്യസന്ധരായിട്ട് ജീവിക്കുന്ന, മൂല്യങ്ങളോടുകൂടി ജീവിക്കുന്ന ആൾക്കാരെക്കുറിച്ച് ഇത്തരം പ്രോഗ്രാമുകൾ ചെയ്യുമ്പോൾ, എന്തും വിളിച്ചു പറയാം എന്ന് പറയുമ്പോൾ, കോടതിയിൽ പോയി സത്യമുണ്ടെന്നറിയും നീതി ഉണ്ടെന്നറിയുന്നവർ, തെറ്റ് ചെയ്യാത്തവർ കോടതിയെ സമീപിക്കും. കോടതിയെ സമീപിക്കുമ്പോൾ അവർ അത് കണ്ട തെളിവുകൾ കൊടുത്തേ പറ്റുള്ളൂ. ഇതൊക്കെയാണ് ഇദ്ദേഹത്തിനെതിരെയുള്ള തെളിവുകൾ. ഞാൻ ഹൈക്കോടതിയിൽ പോയിരുന്നു, ഒരു തെളിവുമില്ല. അദ്ദേഹം പറഞ്ഞത് ഞാൻ നശിച്ചു പോകും എന്ന് പറഞ്ഞു. വംശം നശിച്ചു പോകും, ശരിയാണ്. ക്ഷമിക്കും, നമ്മളെപ്പോലെ ആത്മീയത നിൽക്കുന്നവർക്ക് എന്താ പറയാൻ പറ്റുന്നത്? തെറ്റുകൾ ചെയ്താൽ സത്യസന്ധമായി ജീവിക്കുന്ന, മൂല്യങ്ങളോട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന, ഇല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഒരു ഉയരത്തിൽ നിന്ന് അടർന്നു വീണ് മറ്റൊന്നായി ജീവിക്കുന്ന ആൾക്കാരുടെ വാസസ്ഥലത്തേക്ക് കയറി ഇത്തരം വാർത്തകൾ ചെയ്താൽ അനുഭവിക്കാൻ പോകുന്ന മഹാദുരന്തങ്ങളാണ്. വംശനാശം തന്നെയാണ്, അതിനകത്ത് സംശയമൊന്നുമില്ല. എൻ്റെ മുമ്പിൽ ഞാൻ ആയിരക്കണക്കിന് നൂറുകണക്കിന് ആൾക്കാരുടെ ഫലങ്ങൾ പറയുന്നതാണ്. ഞാൻ 3 ജന്മം മുമ്പ് എടുക്കുമ്പോൾ കാണുന്നത് 3 ജന്മം മുമ്പ്, 3 തലമുറ മുമ്പ് ചെയ്ത ആൾക്കാർ ചെയ്തതിൻ്റെ പരിണിത ഫലമാണ് 3-ാം തലമുറ. നിങ്ങൾ എടുത്തു നോക്കൂ, ഒരുപാട് സത്യങ്ങളുണ്ട്. അപ്പോൾ ഇന്നലെ അദ്ദേഹം കൈപ്പറ്റിയിട്ടൊന്നുമില്ലായിരുന്നു. എന്തായാലും ഞാൻ ഓസ്ട്രേലിയയിലെ വിലാസമൊക്കെ കണ്ടുപിടിച്ച് അവിടെയൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു. നിയമപരമായി കോടതിയിൽ മുമ്പിൽ അദ്ദേഹം വന്ന് അദ്ദേഹം ചെയ്തതൊക്കെ ശരിയാണെന്ന് ബോധ്യപ്പെടുത്തിയേ പറ്റുള്ളൂ. ഇതൊക്കെയായിരുന്നു ശരി, ഞാൻ പറഞ്ഞതൊക്കെ ശരിയാണ്, കാന്തല്ലൂർ സ്വാമി സുനിൽ പരമേശ്വരൻ ഇങ്ങനെയാണ് എന്ന് ബോധ്യപ്പെടുത്തിയേ പറ്റുള്ളൂ. ഇപ്പോൾ ഞാൻ DNA എന്ന് പറഞ്ഞ ചാനലിൽ നിന്ന് വാർത്തകൾ പറയുമ്പോൾ ആ ഉത്തരവാദിത്വം DNA ചാനലിൻ്റെ ഉടമസ്ഥനും ഈ വാർത്ത വായിക്കുന്ന എനിക്കുമുണ്ട്. 10 പ്രതികളാണ്, അതിലൊരാൾ മാത്രമാണ് മരണപ്പെട്ടത്. ഒരാൾ 2-3 പേര്, ഒരാൾ മാത്രം ജാമ്യം എടുത്തിട്ടുണ്ട്. 2 ആൾ ജാമ്യവും 25,000 രൂപ ജാമ്യവും വെച്ചിട്ട് 2 ആളിനെ ജാമ്യം വ്യവസ്ഥയിലാണ് മാറി നിൽക്കുന്ന ഒരാൾ. അപ്പോൾ ഇത് കോടതിയിൽ നമ്മൾ പറഞ്ഞേ പറ്റുള്ളൂ.
എത്രയോ പേര് എന്നെ വിളിച്ചു പറയും, ആ സ്വാമി ഇങ്ങനെയാണല്ലോ, കർമാനുസിൽ സ്വാമിയെക്കുറിച്ച് ഇത്രയും കുറേ വീഡിയോസ് ഉണ്ടല്ലോ. ഞാൻ പറയും അത് ശരിയാണ്, നിങ്ങൾ എന്താണോ വിശ്വസിക്കുന്നത് അത് തന്നെയാണ് ഞാൻ, എനിക്കൊന്നും തിരുത്താൻ പറ്റില്ല. യുദ്ധം ചെയ്യുന്നത് ശത്രുക്കളോടെയാണ്, പക്ഷെ മൂല്യമുള്ള ശത്രുക്കളായിരിക്കണം നമ്മൾ യുദ്ധം ചെയ്യേണ്ടത്. എനിക്ക് അദ്ദേഹത്തിനെതിരെ ഒരുപാട് വിളിച്ച് പറയാമായിരുന്നല്ലോ, എനിക്ക് തന്നെ പറയാം. പക്ഷെ അതല്ല വേണ്ടി വന്നത്. ഇപ്പോൾ സമയം തന്നു ഈശ്വരൻ. ഇന്നലെ അദ്ദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വന്നിറങ്ങിയപ്പോൾ മറ്റ് 3 കേസുകളിൽ ഇദ്ദേഹത്തിന് പിന്നെ ലുക്കൗട്ട് നോട്ടീസ് ഉണ്ടായിരുന്നത് കൊണ്ട് അദ്ദേഹം അതിനെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അദ്ദേഹം കോടതിയിൽ നിയമപരമായി നേരിടട്ടെ, ഞാനും അതേ ചെയ്തുള്ളൂ. ഞാനിത് പറയാനുള്ള എൻ്റെ പ്രധാന കാരണം, വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ നടത്തിക്കൊണ്ട് എന്തും വിളിച്ചു പറഞ്ഞ് ഒരാളെ തേജോവധം ചെയ്ത് കഴിഞ്ഞാൽ നിയമപരമായി കാലങ്ങളെടുക്കും. ഇപ്പോൾ 21 നടന്ന കേസ് ഞാനിപ്പം കോടതിയിൽ, നിങ്ങൾ ആലോചിക്കണം, നമ്മളെക്കുറിച്ച് പറഞ്ഞ 11 എപ്പിസോഡുകൾ അതോ 80 എപ്പിസോഡുകളോ നമ്മൾ തന്നെ കാണാതെ പറഞ്ഞ് കോടതിയോട് പറയണം, അതാ എന്നെക്കുറിച്ച് ഇതൊക്കെയാണ് പറഞ്ഞത്, ഒരു വരി തെറ്റാൻ പാടില്ല. അത് പറയുമ്പോൾ ഉണ്ടാകുന്ന മനോവേദനയും കൂടെ നമ്മൾ ആലോചിക്കണം. എന്തൊക്കെ അനാവശ്യങ്ങളാണ് വിളിച്ച് പറയുക. യൂട്യൂബ് ചാനലുകളോട് എനിക്ക് പറയാനുള്ളത്, നിയന്ത്രണമില്ലാത്ത അവസ്ഥയാണ് യൂട്യൂബുകൾ എന്ന് പറയുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ നിയമത്തിൻ്റെ ഭാഷയിൽ അല്ലെങ്കിൽ പോലും ദൈവമെന്ന് പറയുന്ന ഒരു അപാരമായ ശക്തിയുടെ ആ ഒരു അനുഭവമുണ്ട്, ശക്തി തരുന്ന ഒരു ദുരന്തമുണ്ട്. ആ ദുരന്തം ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ അനുഭവിച്ചേ പറ്റൂ. അതുകൊണ്ട് സത്യസന്ധമായ വാർത്തകൾ ജനങ്ങളെ അറിയിക്കാനുള്ള ശ്രമം നടത്തണം. ഇല്ലെങ്കിൽ ഈ കർമാന്യൂസിൻ്റെ വിംസ് മാത്യുവിനെ പോലുള്ള ആൾക്കാർക്ക് പറ്റിയിരിക്കുന്ന അബദ്ധങ്ങൾ പുള്ളിക്ക് എന്നെ അറിഞ്ഞൂടാ, ആരൊക്കെ വേണ്ടി പുള്ളി അത് ചെയ്തതാണ്. പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലായി കാണും എന്തൊക്കെയാണ് ഇതിൻ്റെ സത്യവും അല്ല എന്ന്. അപ്പോഴത്തേക്ക് സമയം മാറി. എന്നെ ഒരാൾ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു, അദ്ദേഹം ഇത് അറിഞ്ഞില്ല, ഇന്ന ഒരാളാണ് ചെയ്യിപ്പിച്ചതെന്ന്. അത് വരട്ടെ, ഇത് കോടതിയുടെ മുമ്പിൽ വന്നല്ലേ പറ്റൂ, ഇതാരാണ് ഇതൊക്കെ ചെയ്യിപ്പിച്ചതെന്നുള്ളത്. എന്തായാലും ഞാൻ അദ്ദേഹത്തിനുള്ള വിരോധം കൊണ്ട് പറഞ്ഞതല്ല. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വളരെ ദയനീയവും മോശവുമായിരിക്കും. പണമുണ്ടെങ്കിൽ വലിയ വക്കീലന്മാരെ വെച്ച് ബാധിക്കാം. അപ്പോഴും സത്യമെന്ന് പറയുന്ന ഒരു ദൈവദർശനം, സത്യത്തിൻ്റെ ദർശനം കിട്ടിയ ഒരു ദൈവീഹിതമായ ഒരു ഹിതമുണ്ട്. അതിനെ മറികടന്ന് പോകാൻ കഴിയട്ടെ. ഇല്ലെങ്കിൽ തെറ്റുകൾ തിരിച്ചറിയട്ടെ, ചെയ്തുപോയ തെറ്റുകളിൽ പശ്ചാത്താപം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.